ഹായ് ഗൈസ്, എന്റെ ബേക്കിൽ കണ്ട വെള്ളമുടിയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു മുതല് വേറെ ആരുമല്ല എന്റെ അച്ഛമ്മയാട്ടോ. ഞാൻ എനിക്ക് സ്നേഹം കൂടുമ്പോ മുതലെന്നും തടിച്ചുപാറോന്നും കുണിക്കിപ്പാറോന്നൊക്കെ വിളിക്കും. അതൊക്കെ എന്റെ അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അച്ഛമ്മേനെ ഇടയ്ക്കൊന്ന് വണ്ടി കയറ്റിന്ന് കറങ്ങാൻ കൊണ്ടോ. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല നാടൊക്കെ ഒന്ന് കാണണം. ഈ മിച്ചർ കണ്ടോ, മഞ്ഞ മിച്ചർ, ഇതാണ് എന്റെ അച്ഛമ്മേന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിച്ചർ. ഇതില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് വൈകുന്നേരം കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ ഒരു വൈബ് കിട്ടൂലെന്നേ. ഇതിന്റെ കൂടെ തന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. ഇതാണ് ആ സാധനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് ദിവസം കഴിച്ചില്ല അച്ഛമ്മയ്ക്ക് ഒരു വൈബ് കിട്ടില്ലെന്നാ പറയണം. ഗുളിക കഴിക്കണ പോലെ കഴിക്കും. എന്തായാലും ആവട്ടെ, ആഗ്രഹമല്ലേ. ഇത് രണ്ടും കൂടെ വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോഴുള്ള ആ എക്സ്പ്രഷൻ ഉണ്ടാക്കി കേട്ടോ. കൊടുത്ത പാടെ രണ്ട് കൈ നീട്ടി സാധനം സ്വീകരിച്ചു. മഞ്ഞ മിച്ചറാണെന്ന് അറിയാൻ വേണ്ടിട്ട് മാന്തി പഠിക്കുന്ന രംഗാണി കാണുന്ന കേട്ടോ. ആ മിഠായി കിട്ടിയപ്പോഴുള്ള ആ മുഖത്തെ സന്തോഷം നോക്കി. അത് കഴിച്ചിട്ട് നോക്കിക്കോട്ടെ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ. ഒന്നും നോക്കിയില്ല, മാസം 2 ഡയലോഗും കഴിച്ചിട്ട് മിഠായി എടുത്ത് അതിലേക്ക് ഇട്ട് വെച്ചു. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത്രയും പ്രായമുള്ള പിള്ളേര്, മിഠായി കഴിക്കുന്ന പിള്ളേരെ? ഉണ്ടെങ്കിൽ ഇതേപോലെ മിഠായി വാങ്ങിട്ട് കൊടുക്കാനും കറങ്ങാൻ കൊണ്ടുപോകാനൊന്നും മറക്കല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഒരു ആഗ്രഹങ്ങളെ അത് എത്ര ചെറുതാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുത്തേക്കണം കേട്ടോ.